എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഇന്നൊരു നാടൻ പലഹാരം കേട്ടോ. നാടൻ പലഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ട എല്ലാവരും ഉണ്ടാക്കുന്ന നന്നാലും കൊഴുക്കട്ട. അത് എന്തുകൊണ്ടാണ് നമ്മുടെ റേഷനരി ഇല്ലേ, റേഷനരി കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പുട്ടിൻ്റെ റെസിപ്പി ഇട്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കൊഴുക്കട്ട, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കൊഴുക്കട്ട ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചതാണ്. ഈ കൊഴുക്കട്ട ഇത് കണ്ടോ, നമ്മുടെ റേഷനരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ വെള്ള കളർ, ഇത് ശരിക്കും കാണാമോന്നറിയില്ല കേട്ടോ, വെള്ളം പോയിട്ടില്ല ശരിക്കും. ഒരു ഇതുണ്ടോ, ഒരു വെള്ള കളറിലെ അരിയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കാണും കേട്ടോ. അത് കളയരുതെന്നാണ് പറയുന്നത്. അത് ഞാനും ഓർക്കും ഇതെന്താണ് ഇങ്ങനെ ഈ വെള്ള കളറിലെ അരിയുന്നു. പക്ഷെ അത് നല്ലതെന്തോ വിറ്റാമിൻസ് എന്തോ ഉള്ളതാണെന്ന് തോന്നുന്നു, ആണെന്നാണ് ഇപ്പം പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇതുണ്ടോ, വെള്ള കളറിലെ അരിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ 8 മണിക്കൂർ കുതിർത്ത് വെച്ചു. ഇന്നലെ 8 മണിക്കൂർ വേണമെന്നില്ല, നമ്മൾ എപ്പോഴാണോ കിടക്കുന്നത് അപ്പോൾ ഒന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. രാവിലെ ഏറ്റവും അത് കഴുകി വാലാൻ, വെള്ളം വാലാൻ ഇങ്ങനെ ഒരു ഇതിനകത്ത് വെച്ചിരിക്കുവാണ് ഞാനിത് വെള്ളം അപ്പം വാർന്നു. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് പൊടിച്ചേച്ച് പിന്നെ എന്താ കാണിക്കാൻ അത് ഞാൻ പറയാം. എല്ലാവരും ഉണ്ടാക്കുന്ന, പക്ഷെ എന്താണ് ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയാണ്. അതാണ് വെള്ള അരി കൊണ്ടും ഉണ്ടാക്കാം, പൊടിച്ച അരി ഉണ്ടല്ലോ, പൊടിച്ച നമ്മുടെ പച്ചരി, അതുകൊണ്ട് ഉണ്ടാക്കാം. അതാണെങ്കിൽ പിന്നെ എന്താ മേടിക്കാൻ കിട്ടുമല്ലോ വറുത്ത. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ റേഷനരി എങ്ങനെയാണോ കളയാതെ നമുക്കൊന്ന് ചെയ്യണ്ടേ. പലരും ഇങ്ങനെ കോഴിക്ക് അങ്ങനെയൊന്നും കൊടുക്കണ്ട. നമുക്കിത് കോഴിക്ക് കൊടുക്കണ്ടെന്നല്ല പറഞ്ഞേ, നമുക്ക് തന്നെ നല്ല ഉപകാരം കേട്ടോ ഈ റേഷനരി എന്ന് പറയുന്നത്. പലരും ചിലരൊന്നും മേടിക്കുന്നില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. നല്ല നമുക്ക് എന്താണ് ചോറ് വെക്കാൻ കുഴപ്പമില്ല, എല്ലാവരും അതൊക്കെയാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിലും നല്ലത് നമ്മളിങ്ങനെയുള്ള പലഹാരങ്ങൾ, ഇങ്ങനെ കൊഴുക്കട്ട, പുട്ട് ഒക്കെ ഉണ്ടാക്കാനാട്ടോ നല്ലത്. അപ്പോൾ എന്താ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ, എന്നിട്ട് കാണാം കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ ഈ അരി എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇത് കണ്ടോ, കാണാവോ, റേഷനരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഇത്തിരി ഒരു സ്വല്പം തരിയുണ്ട് കേട്ടോ, കുറച്ച് തരി. അപ്പം അതിൻ്റെ കൂടെ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ഒന്നുകൂടെ ജീരകമൊക്കെ ഇടാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറന്നു പോയിട്ടോ, സോറി. അപ്പം എന്താ, തേങ്ങ ഞാൻ ചിരവി വെച്ചിട്ടുണ്ട്. ഇത് അത്ര ഒരു 2 ഗ്ലാസ് അരിയാണ് കേട്ടോ. അത് വൈകിട്ടത്തേനും കൂടെ എടുക്കാമല്ലോ എന്ന് ഓർത്തുണ്ടാവും. ഒത്തിരി ആളൊന്നും ഇല്ല, എന്നാലും വൈകിട്ടല്ല ആരെങ്കിലും വരുമൊക്കെ ചെയ്താൽ കൊടുക്കാമല്ലോ. അപ്പോൾ അതിനെ ഒരു മുറി, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ, തേങ്ങ നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. ഞാൻ ശരിക്കും ഇത്തിരി തേങ്ങ കൂടുതൽ ചേർക്കുന്ന ആളാട്ടോ. അപ്പം കൃത്യമായിട്ട് അതിനൊരു എന്താണ് ഒരു കണക്ക് ഒന്നും പറയുന്നില്ല. ഇത് ഇത്ര ഒരു മുറി ഉണ്ട് കേട്ടോ. ഒരു മുറിയല്ല, ഒരു മുറി ഉണ്ട്. അപ്പം ഒരു സ്വല്പം ജീരകവും കൂടെ എൻ്റെ കൂടെ ചേർക്കണം കേട്ടോ. ജീരകമൊക്കെ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ജീരകം ഇതുണ്ടോ, ജീരകം കേട്ടോ, കാണാവോ എന്നറിയില്ല. ഇത് ജീരകം ചേർത്തു, നല്ല എനിക്കിഷ്ടമാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഞാനിതിപ്പോൾ എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഇത്തിരി അങ്ങോട്ട് താഴോട്ട് പോയി. അല്ലാതെ വെള്ളത്തിനകത്തിട്ട് ഇത് തിളപ്പിക്കും, നല്ല തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇതിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ തേങ്ങയും ജീരകവും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് എന്താ അരച്ചെടുത്തിട്ടുണ്ട്, തേങ്ങയും നമ്മുടെ ജീരകവും കേട്ടോ. നന്നായിട്ട് അരിഞ്ഞൊന്നും അറിയില്ല, നോക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് വെണ്ണ പോലെ ഒന്നും അരിയണ്ട കേട്ടോ. എന്നാലും ഒരു സ്വല്പം വെള്ളം ചേർത്തില്ല കേട്ടോ, ഞാൻ വെള്ളം ചേർത്തില്ല. ആ തേങ്ങ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുക കേട്ടോ. നോക്കാം. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈയൊന്ന് കഴിയട്ടെ. ഞാൻ പൊടിയുപ്പ്, കല്ലുപ്പ് വേണേൽ ഈ അരക്കുന്നതിൻ്റെ കൂടെ പൊടിച്ചതിൻ്റെ കൂടെ ഇടാവായിരുന്നു. ഞാൻ ഓർത്തില്ല. ഞാൻ എപ്പോഴും എന്താ ഈ പൊടിയുപ്പ് ഞാൻ ഒട്ടും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇപ്പം നമ്മൾ പറയാറില്ലേ ഈ വെള്ള കളറുള്ള സാധനങ്ങൾ, കല്ലുപ്പും അങ്ങനെ തന്നെയാണ്.
കഴിയുന്നത് ഉപയോഗിക്കരുതെന്ന് പറയും. പക്ഷേ എന്താണ്, സാധനത്തിനൊക്കെ രുചി കൂട്ടാൻ നമുക്ക് ഇത്തിരിയൊക്കെ ചേർക്കണം, ഇത്തിരി മാത്രം കേട്ടോ. അതുകൊണ്ട് ഇത് ഒരു സ്വല്പം പഞ്ചസാരയും ഒട്ടും ഒരു സ്വാദിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അതൊരു നല്ലൊരു ഹാബിറ്റ് അല്ല, എന്നാലും അതൊരു സ്വാദ്. നമ്മളെപ്പോഴും സ്വാദിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ഇതിൻ്റെയൊക്കെ പുറകെ നമ്മൾ ഈ ഓടുന്ന സ്വാദിന് വേണ്ടിയിട്ടാണ്. വീട്ടിലുണ്ടാക്കുന്ന സ്വാദ് നമുക്ക് അത്ര, നമ്മൾ എന്താണ് വീട്ടിൽ ഉണ്ടാക്കുന്ന നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് കറികളും പലകാര്യങ്ങളും ഒക്കെ അങ്ങനെയല്ലേ. അപ്പം അതാണ് ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ ഓടുന്ന വലിയ അപകടമാണ്. അപ്പം അതുകൊണ്ട് അതിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ, നാക്കുണ്ട്. അപ്പോൾ ഒരു സ്വല്പം നെയ്യുണ്ടല്ലോ, ഇതുണ്ട് ഞാനിവിടെ ഉണ്ടാക്കിയ നെയ്യ് കേട്ടോ, കുറേ ഉണ്ട് എനിക്കിരിപ്പം. ഇതിങ്ങനെ ഒരു ശകലം നെയ്യോട് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കും കേട്ടോ. നമുക്കുണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പാല് മേടിക്കുന്നതിൻ്റെ ഇത് പാടെ എടുത്ത് വെച്ച് ചെയ്യുന്ന കേട്ടോ. അപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. സ്വല്പം നെയ്യ്, ഉപ്പ്, ഇത്തിരി പഞ്ചസാര ഒക്കെയാണ്. പിന്നെ നമ്മുടെ എന്താണ് ജീരകം, തേങ്ങ, ഇതൊക്കെയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ വേണം, കൈ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. എനിക്ക് ഈ തവി കൊണ്ടൊന്നും അത്ര, സ്പൂൺ കൊണ്ടൊന്നും എത്ര എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ കൈ നന്നായിട്ട് രാവിലെ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൈയൊക്കെ നല്ലോണം വൃത്തിയൊക്കെ എന്താണ് കൈ കൊണ്ട് ഇതാക്കുന്നതിന്, കുഴയ്ക്കുന്നതിന്. അപ്പം എന്താ ഒരു കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് കൃത്യമായ അളവൊന്നുമില്ല, എനിക്കിതെല്ലാം കയ്പാങ്ങാട്ടോ. ഇതിൻ്റെ അളവ് പറയാനൊന്നും അറിയില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇതാണ്. അതുകൊണ്ട് അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. അതുകൊണ്ട് അല്ലാതെ എനിക്ക് വലിയ ഒത്തിരി ആധികാരികമായിട്ട് പറയാനോ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒട്ടും കലർപ്പില്ലാതെ അതുപോലെ ചെയ്യുന്ന, ഞാൻ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതൊക്കെയാണ് കേട്ടോ. നാടൻ പലഹാരങ്ങളല്ലേ കൂടുതൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അത് ചൂടുവെള്ളത്തിൽ തണുപ്പ് വെള്ളമാണേലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ അങ്ങോട്ട് ചൂടുവെള്ളത്തിലാണിത്. നന്നായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ഇത് ഉരുട്ടിയെടുത്തു കേട്ടോ, ഉരുട്ടിയെടുത്തു. അതാണ് ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇത് കണ്ടോ. അതൊക്കെ അറിയാവുന്നതായിരിക്കും, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മുഴുവനെല്ലാം കാണിക്കാത്ത ഈ വീഡിയോയ്ക്ക് ഇങ്ങനെ ലെന്ത് കൂടൂലേ, അതുകൊണ്ടാട്ടോ ഞാനിതെല്ലാം ഉരുട്ടി ഒരു പ്ലേറ്റിനകത്തോട്ട് വെക്കാൻ വെച്ചു. അതാണിത്. അത് ഏത് ഷേപ്പ് വേണം, ഇങ്ങനെ നിങ്ങൾ ഓവൽ ഷേപ്പില്ലേ, ഇങ്ങനെ നീണ്ടിരിക്കും. അങ്ങനെയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഈ ഇതിൽ ഇങ്ങനെയാണ്, ഇതിൻ്റെ അകത്ത് ഒരു തുളത് വിളിച്ച് മിക്കവാറും മധുരം വെച്ചും ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. മുളക് ചമ്മന്തി ഈ നമ്മുടെ കൊഴുക്കട്ടയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പം അങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. മധുരം ഉണ്ടെങ്കിൽ പിന്നെ എന്താണ്, അതിന് ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ രാവിലെ അല്ലേ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും മധുരം അങ്ങനെ ഒത്തിരി. ഇതുണ്ടോ ഒരു കുഞ്ഞിക്ക, ഇതുണ്ടോ ഒരു കുഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ കുഞ്ഞായിട്ട് നമ്മുടെ പിടിയുണ്ടല്ലോ അതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് എല്ലാം ഞാനിങ്ങനെ ഉരുട്ടി ഇതാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് അടുപ്പിൽ വെക്കുമ്പോൾ കാണാം കേട്ടോ. അത് ഉരുട്ടി ഇവിടെ കാണിച്ചല്ലോ അല്ലേ. അതൊരു ഇഡലിപ്പാത്രം അടുപ്പിൽ വെച്ചു. ഇതിൻ്റെ ഇഡലിപ്പാത്രം ഇത് ഇറ്റാലിയത്തിൻ്റെ കേട്ടോ, കുറേ വർഷമായിട്ട്. അപ്പോൾ അതിലോട്ട് ഇതിങ്ങനെ ഈ തട്ടയിൽ ഒരു ഇല വെച്ച്, ഇങ്ങനെ അല്ലാതെ ഈ തട്ടയിൽ നേരിട്ടും വെക്കാം. എന്നിട്ട് ഒരു സ്വല്പം നമുക്കൊരു സ്വല്പം എണ്ണയോ എന്താണ് നെയ്യോ ഇങ്ങനെ ഒന്ന് പയ്യെ, ഇതിങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ, ഇലയല്ലേ. പക്ഷെ അതൊക്കെ ഒരു സ്വാദാട്ടോ. ഈ നെയ്യുടെയും അല്ലെ വെളിച്ചെണ്ണയുടെയും ഒക്കെ സ്വാദ് ഈ ഇലയിലോട്ട് ഇറങ്ങിയിട്ട് ആ കൊഴുക്കട്ടയും കൂടെയുള്ള ഒരു സ്വാദാകുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് തട്ട് ചിലപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ തട്ട് കുറേ പഴയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇങ്ങോട്ട് ചാടി പോകും. എന്നിട്ട് നമ്മുടെ മുളക് ചമ്മന്തി ഇതിന് കൂട്ടാൻ എന്തെങ്കിലും വേണ്ടേ, അതിന് മുളക് ചമ്മന്തി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്, ഇരുമ്പ് ചീഞ്ചട്ടി കേട്ടോ. അതിനകത്തോട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ഈ മുളക് ഒന്ന് വറുത്തടിക്കുകയും ഇത് അങ്ങോട്ട് പെറുക്കി വെക്കുകയും കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇത് നമുക്ക് അങ്ങോട്ട് പെറുക്കി വെക്കാൻ നന്നായിട്ട് തിളച്ചു. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട്, നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അങ്ങനെയല്ലേ, ഈ ഇഡലി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ തട്ട് കുറേ നന്നായിട്ട്
തിളച്ചിട്ട് വെള്ളം തിളച്ചിട്ട് നന്നായിട്ട് തട്ട് അവിടെ വെച്ച് ചൂടാക്കിയിട്ട് മാത്രമേ ഇഡലിയുടെ മാവ് ഒഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഏത് സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോഴും നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഈ ഉണ്ടാക്കാനുള്ള ആ സാധനം അങ്ങോട്ട് വെട്ടി വെക്കാവുള്ളൂ. അതൊക്കെ അതൊരു ടിപ്പ് പോലത്തെ ഒരു സാധനം. എനിക്കത് പയ്യെ മനസ്സിലായ ഒരു സാധനം കാര്യമാട്ടോ. ഇഡലിയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം. ഇത് നമ്മുടെ കുഞ്ഞിക്ക ഇങ്ങോട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം കേട്ടോ. പഴയതാണെങ്കിലും നല്ല സാധനം കേട്ടോ. അതുകൊണ്ട് ഞാനത് മാറ്റുന്നൊന്നുമില്ല, സ്റ്റീല് ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് അതവിടെ ഇരുന്നുണ്ട് അങ്ങോട്ട് വേഗട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഇതൊന്ന് വറുത്ത് വരാം. മുളക് പെട്ടെന്ന് ചൂടായി ഇടിക്ക് വരുന്നു കേട്ടോ. ഇടിക്കല്ല, ഞാനെല്ലാം ഇങ്ങനെ ഇരുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. പുതിയ നോൺ സ്റ്റിക്കിന് എന്താണ് പ്രശ്നം? അതിൻ്റെ ആ കോട്ടിങ് പോയാൽ അത് വിഷമല്ലേ? വിഷമെന്ന് പറയുന്നു, എനിക്കറിയില്ല. അപ്പൊ അതിപ്പോ നമ്മുടെ ഇരുമ്പാട്ടോ. ഇരുമ്പാണെങ്കിൽ അത് കുറേ നാൾ നിൽക്കൂല്ലേ, കുറേ വർഷങ്ങൾ പഴക്കമുണ്ടാവും. പുതിയ സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നു. പഴയ ആളുകൾ അപ്പം പിന്നെ പഴയ സാധനം നിർത്തി കിട്ടോ. ഇത് വറുത്താട്ടോ. ഇനി നമുക്കിത് വെന്തിട്ട് കാണാവേ. അപ്പം നമ്മള് ഇതേ മുളക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഇത് ഉള്ളി ഉണ്ട് കേട്ടോ. ഉള്ളിയും മുളകും ഇതൊക്കെ അറിയാവുന്ന കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമുക്കറിയാം. പക്ഷെ എന്താണ് ഞാനൊന്ന് കാണിക്കാം. കണ്ടോ എൻ്റെ മിക്സിയുടെ ഒരു സൗണ്ട് കേട്ടോ, പോകാറായി. ഇപ്പം എന്താണ് ഈ ഉള്ളിയും കൂടെ ഉള്ളിയാണ് അതിനകത്തെ ടേസ്റ്റ് കേട്ടോ. ഉപ്പ് വെള്ളം ഒഴിക്കാം. കേട്ടോ ഒച്ച, ഭയങ്കര ഒച്ച. അപ്പം ഇതാ നമ്മുടെ മുളക് ചമ്മന്തി ഇത് കാണാവോ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഈ മുളക് ചമ്മന്തിയുടെ അകത്ത് സ്വല്പം ഉപ്പ് ഒഴിക്കാം. പിന്നെ എന്താണ് ഇത് എണ്ണയുണ്ട്, എണ്ണയും കൂടെ ഒഴിച്ച് അങ്ങ് സെറ്റാക്കി അങ്ങ് മാറ്റി വെച്ചാൽ പിന്നെ അതിൻ്റെ കാര്യം കുഴപ്പമില്ല. പിന്നെ എന്താണ് നമുക്കിത് കഴിക്കുമ്പം കാണിക്കാം കേട്ടോ. എൻ്റെ കൊഴുക്കട്ടയും മുളക് ചമ്മന്തിയും. മുളക് ഇത്തിരി കൂടുതലാട്ടോ ഞാൻ കഴിക്കുന്നത്. നീ അങ്ങനെ കഴിക്കരുത് മുളകെന്നൊക്കെ എല്ലാവരും പറയും കേട്ടോ. പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതാണ് എനിക്കിഷ്ടം. അപ്പം ഇതാ കാണാം നമ്മുടെ മുളക് ചമ്മന്തി കേട്ടോ. ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പം അത് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി മറിച്ചിട്ടു കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ കണ്ടോ. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ എത്ര ഇതായിട്ടാണ്, നല്ല വെന്തു കേട്ടോ നന്നായിട്ട്. ഇത് ഒന്ന് മറിച്ച് ഒരെണ്ണം അടന്നു പോയി. ഇത് മറിച്ചിട്ടതാണ് ഞാൻ കേട്ടോ. ഇനി നമുക്ക് കഴിക്കുമ്പം കാണാം. ഇത് അടച്ച് അവിടെ അങ്ങ് ഇരിക്കട്ടെ. അപ്പോഴേ നമ്മുടെ കൊഴുക്കട്ട റേഷനരി കൊണ്ടുള്ള കൊഴുക്കട്ട ഇത് ഇവിടെ റെഡിയായി കേട്ടോ. അതിൻ്റെ മുളക് ചമ്മന്തിയാണ് ഇത്. ഇനി ഞാനതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ചൂട് ചായയും. അപ്പുറത്താണ് എല്ലാവരും ഇരുന്ന് കഴിക്കുന്നത്. ടി വിയും കണ്ടിരുന്ന് കഴിക്കുകയാണ്. ഒത്തിരി താഴ്പോയി. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ഇങ്ങനെയുണ്ടെന്ന്. ഞാൻ നോക്കിയിട്ട് പറയാം. നിങ്ങൾ വിശ്വസിക്കണം. നോക്കൂ, ഇതുണ്ടോ എത്ര മയമാണെന്ന് കണ്ടോ. ഇതുണ്ടോ നമ്മുടെ റേഷനരിയാണ്. ഇത് എത്ര മയമാണെന്നറിയോ. ഇത് ഇങ്ങനെ നോക്കാം. എന്നിട്ട് ഇങ്ങനെ പയ്യ മുളകിനകത്ത് മുക്കി. ഭയങ്കര ചൂടാ, പൂവാവും. നല്ല കേട്ടോ, സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് പറയൂ. അതിൻ്റെ കൂടെ ഈ ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ ഇത് കണ്ടോ സൂപ്പറാട്ടോ. അപ്പുറത്താണ് കുറേ പേര് ഇരുന്ന് കഴിക്കുന്നത്. ഞാൻ മാത്രം ഇവിടെ അടുക്കളയിലാട്ടോ. അപ്പോൾ എന്താണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ കേട്ടോ, ബൈ. അപ്പോൾ എന്താണ് മറക്കല്ലേ എന്നെ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.